ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചേനത്തണ്ട് കറി വെക്കാനാണ് ഒരുങ്ങുന്നത്. അതിനുവേണ്ടി ഒരു ചേനത്തണ്ട് കണ്ടിക്കുകയാണ്. നല്ല വലിപ്പമുള്ള ഒരു ചേനത്തണ്ടാണിത്. ഫ്രഷായിട്ട് തന്നെ അരിഞ്ഞ് നല്ല എയർ ടൈറ്റുള്ള ടിന്നിൽ അടച്ച് വെക്കുക. അത് നമുക്ക് കുറേശ്ശെ എടുക്കാം. ഞാൻ ചെറിയ 3 പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചേരുവകളാണ് ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു മുറി നാളികേരം. ചേരുവകളെല്ലാം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഈ പിണ്ടിക്ക് ഒരു ചെറിയ കൊഴുപ്പുണ്ട്. ഈ കൊഴുപ്പ് പോകാനാണ് നമ്മൾ വെള്ളത്തിലിടുന്നത്. 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് നല്ലപോലെ ഞെവുടി കഴുകി പിഴിഞ്ഞ് വാരിയെടുക്കണം. ആ വെള്ളത്തോടെ എടുക്കരുത്, ഒരിക്കലും പിഴിഞ്ഞ് നല്ലപോലെ ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. അത് ആ കൊഴുപ്പെല്ലാം പിണ്ടിക്കകത്തുനിന്ന് പോകും. എല്ലാം പിഴിഞ്ഞ് വാരി എടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് നമ്മൾ ഞെവുടി എടുത്തിട്ടുണ്ട്. എപ്പോഴും തോരന് തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ ചേരുവകൾ, വെളുത്തുള്ളി, ഉള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചതച്ചിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഞെവുടി എടുക്കുന്നതാണ് ടേസ്റ്റ്. അതിൻ്റെ തേങ്ങാപ്പാൽ നമ്മുടെ കയ്യിൽ ഊറി വരും. ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് നല്ലപോലെ ഞെവുടി വെക്കുക പിണ്ടിയിൽ. അന്നേരം പിണ്ടിയിലെ വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വരും. നമുക്ക് ഇതിന് പ്രത്യേകിച്ച് വെള്ളം ചേർക്കുന്നില്ല. തോരൻ വെക്കുമ്പോൾ പയർ വെന്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അന്നേരം പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞെവുടി വെച്ചപ്പോൾ ചെറിയ രീതിയിൽ വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഈ നനവ് മതി നമുക്ക്. വെന്ത പയറായതുകൊണ്ട് നമുക്ക് മേളിലിട്ടാൽ മതി. അടച്ചു വെച്ച് പിണ്ടി വെന്തതിന് ശേഷം നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്വാദിഷ്ടമായ പിണ്ടിത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാം അടിച്ച പച്ചക്കറി കഴിക്കുന്നതിൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ തൊടിയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.